കോന്നി പയ്യനാമണ്ണിൽ പാറമട അപകടത്തിൽ ഹിറ്റാച്ചി ഡ്രൈവറും സഹായിയും കുടുങ്ങിയതായി സംശയിക്കുന്നു. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സുജു ടി ബാബിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുജു, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഹിറ്റാച്ചി ഏതാണ്ട് ഈ പാറ കഷ്ണങ്ങൾ കൊണ്ട് പൂർണ്ണമായി മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ സമീപ പ്രദേശത്തേക്ക് ഫയർഫോഴ്സിനും രക്ഷാപ്രവർത്തകർക്കും എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ ഫയർഫോഴ്സ് അവിടെ എത്തുമ്പോൾ തന്നെ ഈ ഹിറ്റാച്ചി മുകളിലേക്ക് പാറ കഷ്ണങ്ങൾ അടർന്നു വീഴുന്ന ഒരു തരത്തിലായിരുന്നു കാര്യങ്ങൾ ഉള്ള സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് രക്ഷാപ്രവർത്തനത്തിന് ഹിറ്റാച്ചി അരികിലേക്ക് എത്താൻ സാധ്യമല്ല. നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ ഹിറ്റാച്ചി എന്നല്ല, എസ്കലേറ്റർ എന്ന് പറയുന്ന ഹിറ്റാച്ചിയുടെ വലിയ ഒരു മിഷണറിയാണ് ഈ പാറമടയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് പാറ പൊട്ടിക്കാനാണോ മറ്റെന്തെങ്കിലും കാര്യത്തിലായിരുന്നു? അതായത് അവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റു ഈ മറ്റു പ്രവർത്തനങ്ങളാണോ ഉള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും പാറമടയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹിറ്റാച്ചിയിൽ ഡ്രൈവറും സഹായമാണ് ഇപ്പോൾ അതിൽ ഉള്ളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നത്. പാറമടയിലുള്ള മറ്റ് തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റാളുകൾ നൽകുന്ന വിവരം അനുസരിച്ചാണ് 2 പേർ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരം ലഭിക്കുന്നത്. ഫയർഫോഴ്സിനെ സംബന്ധിച്ചോളം അവർ ഇപ്പോൾ കണക്കാക്കുന്ന വലിയ ക്രെയിൻ സംഭവ സ്ഥലത്ത് എത്തിച്ച ശേഷം അവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് ഫയർഫോഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനാൽ വലിയ ക്രെയിനുകൾ സ്ഥലത്തേക്ക് എത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടാണ് അഗ്നിരക്ഷാ ശമന സേനയുടെ ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസിനും ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ആ തരത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. വലിയ ഹിറ്റാച്ചി മുഴുവനായി പാറ കഷ്ണങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഈ അപകടം എത്തരത്തിലാണ് സംഭവിച്ചിട്ടുള്ള കാര്യത്തിലും വ്യക്തത വരാനുള്ള. എന്തായാലും പാറ കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണുണ്ടായ അപകടം എന്ന് തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത്. മറ്റ് കൂടുതൽ തൊഴിലാളികൾ ആ പാറമേടിൽ ഉണ്ടായിരുന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും 2 തൊഴിലാളികൾ ഒറീസ, ജാർഖണ്ഡ് സ്വദേശികളാണ് ഈ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന അറിവ് കൂടിയാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്താനുള്ള ശ്രമകരമായ ദൗത്യത്തിലേക്ക് അഗ്നിരക്ഷാ ശമന സേന ഉൾപ്പെടെ കടന്നിരിക്കുന്നത്. പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിലാണ്. ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഈ പാറക്കെട്ട് മുകളിലേക്ക്, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നതല്ലേ ഏറെ മാറി നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. അവിടെ തന്നെ ഈ വലിയ പൊക്കത്തിലാണ് ഈ ഹിറ്റാച്ചി ഉള്ളത്. അതിനാൽ തന്നെ ആ സ്ഥലത്തേക്ക് നടന്നെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അസാധ്യമായ കാര്യം കൂടിയാണ്. കാരണം നിലവിലും പാറക്കഷ്ണങ്ങൾ മുകളിൽ താഴേക്ക് വീഴുമ്പോൾ ആ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അടുത്തുകൊണ്ട് നടത്തുന്നതും വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ വകവെക്കുമെന്ന് അല്ലെങ്കിൽ നയിക്കുമെന്ന ഒരു സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് വലിയ ട്രെയിൻ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള നീക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. എന്തായാലും അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സംഭവ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. നമ്മൾ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. രക്ഷാപ്രവർത്തനം അതുകൊണ്ട് തന്നെ ഈ നിമിഷം അതിന്റെ കൃത്യമായ അപ്ഡേഷൻ നമ്മളിപ്പോൾ ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ആ സ്ഥലത്തേക്ക് എത്തും. ആ സമയത്ത് നമുക്ക് കൃത്യമായി നൽകാൻ സാധിക്കും. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടും സംഭവ സ്ഥലത്തുള്ള ദൃക്സാക്ഷികളിലൊക്കെ ശേഖരിക്കുന്ന വിവരം അനുസരിച്ച് കൂടിയാണ് നമ്മൾ ഈ നിമിഷം വിവരങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും അപകടത്തിന്റെ ഒരു വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഹിറ്റാച്ചി മെഷീൻ മുഴുവനായി മൂടി പാറക്കഷ്ണങ്ങൾ കൊണ്ട് മൂടണമെങ്കിൽ വലിയ തരത്തിൽ തന്നെ പാറക്കല്ലുകൾ അടർന്നു വീണിട്ടുണ്ട്. അത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഇനി പരിശോധനയും കാര്യങ്ങളൊക്കെ വിലയിരുത്തൽ ആവശ്യമാണ്. എന്നാൽ നിലവിൽ ലഭിക്കുന്ന വിവരമാണ് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 3/4 മണിക്കൂറിന് മുമ്പാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത്. അപകട വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പത്തനംതിട്ടയിലെ ഫയർഫോഴ്സ് സംഘം കോന്നിയിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്.